തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അന്തരിച്ചതായി റിപ്പോർട്ട് ചെയ്ത തമിഴ് ചാനലുകൾ അല്പസമയത്തിനകം വാർത്ത പിൻവലിച്ചു. വാർത്ത നിഷേധിച്ച് അപ്പോളോ ഹോസ്പിറ്റൽ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ടു. ചെന്നൈ AIDMK ആസ്ഥാനത്ത് താഴ്ത്തിക്കെട്ടിയ പതാക വീണ്ടും ഉയർത്തി. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ആശുപത്രി വാർത്താക്കുറിപ്പിറക്കി. ആശുപത്രിക്ക് മുന്നിൽ സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തിവീശി. വിവരങ്ങളുമായി ജോർജറ്റ് ചേരുകയാണ്. ജോർജറ്റ്, തെറ്റായ ഒരു വാർത്ത നൽകിയതിനെ തുടർന്ന് തന്നെ അതിവൈകാരികമായാണ് തമിഴ് ജനത പ്രതികരിച്ചത്. ആശുപത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു, വാഹനങ്ങൾക്ക് നേരെ AIDMK പ്രവർത്തകർ ആക്രമണം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചെന്നൈയിൽ നിന്ന് വിട്ടുപോകരുതെന്ന് ഗവർണർക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്ഥിതിഗതികൾ അപ്പോൾ അറിയിക്കണം എന്നും നിർദ്ദേശിച്ചിരിക്കുന്നു. എത്രത്തോളം ആശങ്കാജനകമാണ് അവിടെ നിന്നുള്ളൊരു വാർത്ത? ഗ്രീഷ്മ, വൈകിട്ട് 5:30യോടെയാണ് അത്തരത്തിൽ ജയലളിത വിടവാങ്ങി എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിറഞ്ഞ വാർത്തകൾ പ്രചരിച്ചത്. AIDMK നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് തമിഴ് മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളുമാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. അപ്പോൾ തന്നെ ചെന്നൈ ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങൾ വികാരപരമായി അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും പോലീസിനെ ലാത്തി ചാർജിലേക്ക് എത്തുകയും വേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതേ തുടർന്ന് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയായിരുന്നു. ജയലളിതയുടെ ആരോഗ്യസ്ഥിതിയിൽ കുഴപ്പമൊന്നുമില്ല, മരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പിൻവലിക്കണമെന്ന തരത്തിൽ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നതോടെയാണ് സ്ഥിതിഗതികൾ ശാന്തമായതും പോലീസിന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതും ഇപ്പോൾ സ്ഥിതിഗതികൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായി എന്ന് തന്നെയാണ് വാർത്ത. എങ്കിലും ജയലളിതയുടെ ആരോഗ്യനിലയെ പറ്റി എന്തെങ്കിലും ഒരു പുരോഗമനോ പ്രത്യാശ നിറയുന്ന ഒരു വാക്കുകളോ മെഡിക്കൽ ബുള്ളറ്റിനിലോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസം അവർ ആശുപത്രി ICUവിൽ അഡ്മിറ്റ് ആയ നിമിഷം മുതൽ ഈ നിമിഷം വരെ അവരുടെ ആരോഗ്യനിലയിൽ ഒരു പുരോഗതി ഉണ്ടായതായോ മരുന്നുകളോട് പ്രതികരിക്കുന്നതോ തരത്തിലുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ജയലളിതയെ പരിശോധിക്കുന്നുണ്ട്, ചികിത്സ നൽകുന്നുണ്ട്. യന്ത്രസഹായത്താൽ ജയലളിതയുടെ ജീവൻ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതെങ്കിലും തരത്തിൽ ഒരു വഴിയിലൂടെ ജയലളിതയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ പോലും അവരുടെ വാക്കുകളിൽ നിഴലിക്കുന്നത് പ്രത്യാശയ്ക്ക് അധികം വഴിയില്ല എന്ന തരത്തിലുള്ള രീതിയിൽ തന്നെയാണ് വാർത്താക്കുറിപ്പുകളും മറ്റും പുറത്തു വന്നത്. എന്തായാലും ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ തക്ക രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തമിഴ്നാടിൻ്റെ ഭാഗത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങൾ ഓരോ നിമിഷവും വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഗവർണറുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ വിശകലനം ചെയ്തിരുന്നു. വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങൾ ഓരോ നിമിഷവും കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരുമായും തമിഴ്നാട്ടിലെ ജനപ്രതിനിധികളുമായും ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ വിവരങ്ങൾ കേന്ദ്ര സർക്കാരും വിലയിരുത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, ജനങ്ങൾ ഏത് തരത്തിലാണ് ഈ വാർത്തകളോട് പ്രതികരിക്കുന്നത്, എന്തെങ്കിലും ഒരു ദുഃഖാർദ്രമായ വാർത്ത പുറത്തു വന്നാൽ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ വളരെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ജയലളിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ തമിഴ് ജനതയ്ക്ക് താങ്ങാവുന്നതിലും ഒക്കെ അപ്പുറമാകുന്ന വികാരപ്രകടനങ്ങളിലേക്ക് വഴിമാറാനുള്ള സാധ്യതകൾ നിലവിലുണ്ട്. ആത്മഹൂതിയിലേക്ക് വരെ എത്തിച്ചേരാവുന്ന പല സന്ദർഭങ്ങളും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ട മുൻകരുതലുകളാണ് സർക്കാർ 2 ദിവസമായി തന്നെ തുടരുന്നത്. പൊതുപരിപാടികളൊക്കെ റദ്ദാക്കിയിരുന്നു, സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി കൊടുത്തിരുന്നു, പരീക്ഷ മാറ്റിവെച്ചിരുന്നു, ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ജയലളിതയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയില്ല, സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്നാണ് ലണ്ടനിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും നിരാശാജനകമായ എന്തെങ്കിലും ഒരു വാർത്ത ആശുപത്രിയിൽ നിന്ന് വന്നാൽ തന്നെ സ്ഥിതികൾ നിയന്ത്രണ വിധേയമാക്കാൻ മാത്രം സജ്ജമാണോ ഇപ്പോൾ നമ്മൾ? തീർച്ചയായും ഗിരീഷ്മ, സ്ഥിതിഗതികൾ ഏതു തരം സാഹചര്യങ്ങളും നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയുള്ള സുരക്ഷയാണ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ നാനാഭാഗത്തും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബാരിക്കേഡുകൾ തീർത്ത് ആശുപത്രി സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പരമാവധി പോലീസുകാരെ ആശുപത്രിക്ക് ചുറ്റും വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചെന്നൈ നഗരത്തിൽ ഉടനീളം പോലീസ് സേനയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഹോട്ടലുകളിലും മറ്റും കൂട്ടം കൂടി നിൽക്കുന്നവരെയൊക്കെ പോലീസ് അനുനയിപ്പിച്ച് പറഞ്ഞുവിടുകയാണ്. വീടുകളിലും മറ്റും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പറയുന്ന രീതിയിലേക്ക് വരെ പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ എത്തിയിരുന്നു. DGP പുതിയ നിർദ്ദേശങ്ങളൊക്കെ പോലീസുകാർക്ക് നൽകിയിട്ടുണ്ട്. അവധിയിലായിരുന്ന പോലീസുകാരോട് തിരികെ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്രസേനയോട് സഹായം തേടിയിരുന്നു. 9 സേനയുടെ സഹായം ഇപ്പോൾ തമിഴ്നാട്ടിൽ ലഭ്യമാണ്. കൂടുതൽ കേന്ദ്രസേനയെ ലഭ്യമാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പോലീസ് സേനയെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഏതൊരു സുരക്ഷാ സംവിധാനങ്ങളെയും
ഏതൊരു ദുരന്തങ്ങളെയും അഭിമുഖീകരിക്കാവുന്ന തരത്തിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടകർക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിർത്തിയിൽ പരിശോധന കാര്യക്ഷമമാക്കിയിരിക്കുന്നു. ഹൈവേകളിൽ പരിശോധന കാര്യക്ഷമമായിരിക്കുന്നു. ഈ തരത്തിലൊക്കെ നോക്കുമ്പോൾ വൈകാരികമായ ജനങ്ങളുടെ ഇടപെടലുകൾ ഏത് തരത്തിൽ വന്നാലും അതൊക്കെ നേരിടാൻ തക്ക സജ്ജമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരുക്കിയിരിക്കുന്ന സുരക്ഷ. കേന്ദ്ര സർക്കാർ അടക്കം ഇതിനു വേണ്ട എല്ലാ മുൻകരുതലുകളും എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വാർത്ത പെട്ടെന്ന് വന്നാൽ അത് അക്കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ പദവി വഹിക്കുന്ന പനീർശെൽവം അടക്കമുള്ള മന്ത്രിമാരും MLA-മാരും ഒക്കെ ആശുപത്രിയിലുണ്ട്. അവർ നിരന്തരം യോഗം ചേരുന്നുണ്ട്. കാര്യങ്ങളെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതി അവർ കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റലിജൻസ് അടക്കമുള്ള വിഭാഗങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. അയൽ സംസ്ഥാനങ്ങളായ കേരളത്തിലും കർണാടകത്തിലും വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ, തലപ്പത്തുള്ള ഉദ്യോഗസ്ഥർ അക്കാര്യങ്ങളും നിർദ്ദേശങ്ങളായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിലും ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കി. ആഴിക്ക് ചുറ്റും വടം കെട്ടി സംരക്ഷണ വലയം തീർത്തിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി വഷളായി എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് ശബരിമല സന്നിധാനത്തെയും സുരക്ഷ ശക്തമാക്കിയത്. ആഴിക്ക് ചുറ്റും വടം കെട്ടി അയ്യപ്പ ഭക്തരെ ആഴിയിലേക്ക് തേങ്ങ നിക്ഷേപിക്കുന്നതിൽ നിന്നും വിലക്കിയതിനു ശേഷം കനത്ത പോലീസ് സംരക്ഷണവും ഏർപ്പാടാക്കി. ജയലളിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സന്നിധാനത്ത് വേണ്ട സുരക്ഷ കർശനമാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ശബരിമലയിൽ കൂടുതലായും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് അയ്യപ്പ ഭക്തർ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ ഒരു കർശന നിർദ്ദേശം പോലീസിന് നൽകിയതും. അതേസമയം ജയലളിതയുടെ ആരോഗ്യനിലയിൽ വലിയ സങ്കടം തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ രേഖപ്പെടുത്തിയത്. அதனால அம்மா சீக்கிரம் குணமடைந்து தமிழகத்தில் நிரந்தர முதலமைச்சர் ஆகணும். அதான் எங்கள் ஆசை. அம்மா இன்னும் 100 வருஷம் நல்லா இருக்கணும். அதுக்கு என்னோட வயசு சேர்த்து நான் அம்மாவுக்கு தரேன். அதனால ஐயப்பன்கிட்ட நான் வேண்டிக்க நான் வந்தேன். ഡിസംബർ 6 ബാബറി ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ 3 ദിവസത്തേക്ക് കനത്ത സുരക്ഷയായിരുന്നു ഏർപ്പാടാക്കിയിരുന്നത്. അതിന്റെ ഭാഗമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. കമാൻഡോസിന്റെ പ്രത്യേക സംഘം ഇന്ന് സന്നിധാനത്തെത്തുകയും അവർ ശബരി വനങ്ങളിൽ 3 ദിവസത്തേക്ക് പരിശോധന നടത്തുകയും ചെയ്യും. പോലീസ്, വനം വകുപ്പ്, ബോംബ് സ്ക്വാഡ് എന്നിവരുടെ 5 സംഘങ്ങൾ വനത്തിനുള്ളിൽ നേരത്തെ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു. അങ്ങനെയുള്ള പരിശോധനയിലായിരുന്നു കഴിഞ്ഞ ദിവസം 360 കിലോ വെടിമരുന്ന് പിടികൂടിയത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. നോട്ട് പ്രതിസന്ധിയിൽ സംഘികൾക്ക് വഴങ്ങാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കുറിക്ക് കൊള്ളുന്നത് കൊണ്ടാണ് BJP പ്രവർത്തകർ പ്രതികരിക്കുന്നത്. ഈ വിഷയത്തിൽ ഉത്തരം കിട്ടുന്നതുവരെയും ചോദ്യം ചോദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഗുജറാത്ത് കൂട്ടക്കുരുതിക്ക് ശേഷമുള്ള മോദിയെയാണ് ഇപ്പോൾ കാണാനാകുന്നതെന്നും തോമസ് ഐസക് തിരുവനന്തപുരത്ത് പറഞ്ഞു. ഏതായാലും സംഘികളൊന്നും മനസ്സിലാക്കിയോ, വഴങ്ങാൻ തീരുമാനിച്ചിട്ടില്ല, ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരവുണ്ടെങ്കിൽ പറ. നിങ്ങളുടെ ഈ വെപ്രാളമൊക്കെ കാണിക്കണത് ആരൊക്കെ? നിലകൃഷ്ണദാസ് പത്രസമ്മേളനം നടത്തുന്നു, പത്മകുമാർ പത്രസമ്മേളനം നടത്തുന്നു, പിന്നെ സുരേന്ദ്രൻ എന്തൊക്കെ എഴുതും, ദേശീയ ദുരന്തമാണെന്ന് എന്തൊക്കെയാ പറഞ്ഞു വിടുന്നത്. ഇത് കാണിക്കണത് ഏറ്റിട്ടുണ്ട്, കുറിക്ക് കൊണ്ടിട്ടുണ്ട്. ഉത്തരം മുട്ടുമ്പോഴാണ് ഈ കൊഞ്ഞനം കാണിക്കുന്നത്. ഇന്നത്തെ മോഡിയെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് 2002-ലെ മോഡിയാണ്. 500,000 രൂപ നോട്ടുകൾ പിൻവലിക്കലിനെതിരായ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. പണമിടപാടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരായ ജില്ലാ സഹകരണ ബാങ്കുകളുടെ ഹർജിയും സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. ആർഭാട വിവാഹ വിവാദത്തിൽ രമേശ് ചെന്നിത്തലയുടെ നിലപാടിനെ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി തിരുത്തി VM സുധീരൻ. ആരെങ്കിലും ആർഭാട വിവാഹം നടത്തിയാൽ എന്ത് ചെയ്യാനെന്ന രമേശ് ചെന്നിത്തലയുടെ നിലപാടിനെയാണ് സുധീരൻ പരസ്യമായി തിരുത്തിയത്. നാഗ്പൂരിലും ബെല്ലാരിയിലും മാത്രമല്ല, ആർഭാട വിവാഹം തിരുവനന്തപുരത്ത് നടന്നാലും തെറ്റു തന്നെയാണെന്ന് സുധീരൻ പറഞ്ഞു. കൊച്ചിയിൽ UDF നേതൃയോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അടൂർ പ്രകാശിന്റെ മകന്റെ ആർഭാട വിവാഹം സംബന്ധിച്ച് 2 നേതാക്കൾ വ്യത്യസ്ത നിലപാടുകൾ പരസ്യമാക്കിയത്. മുൻമന്ത്രി അടൂർ പ്രകാശ് മകന്റെ വിവാഹം ആർഭാടപൂർവ്വം നടത്തിയത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഇരു നേതാക്കളും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചത്. ചെന്നിത്തലയുടെ നിലപാടിനെ പരസ്യമായി തിരുത്തി സുധീരൻ രംഗത്തെത്തുകയായിരുന്നു. ആർഭാട വിവാഹത്തിനെതിരാണെന്ന് ഞാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ ആരെങ്കിലും വിവാഹം നടത്തുന്നതിന് നമുക്ക് തടയാൻ പറ്റത്തില്ല. ഇത് ആർഭാട വിവാഹങ്ങൾ നാഗ്പൂർ നടന്നാലും ബെല്ലാറിയിൽ നടന്നാലും തിരുവനന്തപുരത്ത് നടന്നാലും എവിടെ നടന്നാലും ആര് നടത്തിയാലും തെറ്റാണ്, തെറ്റ് തന്നെയാണ്. സംശയം. നോട്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തേണ്ട സമരത്തിൽ ഭരണപക്ഷവുമായി സഹകരിക്കുന്നത് സംബന്ധിച്ച് മുന്നണിയിലെ അഭിപ്രായ ഭിന്നത ഇന്നത്തെ UDF യോഗത്തിലും പുറത്തുവന്നു. ലീഗും ഐക്യജനതാദളും ഇടതുപക്ഷവുമായി സഹകരിക്കണമെന്ന നിലപാട് ആവർത്തിച്ചു.
UDF MPമാരും MLAമാരും ഈ മാസം 14-ന് ദില്ലിയിൽ ധർണ നടത്താനും യോഗം തീരുമാനിച്ചു. കേരളത്തിന്റെ റേഷൻ അരിവിഹിതം വെട്ടിക്കുറച്ചതിലും നോട്ട് പ്രതിസന്ധിയിലും പ്രതിഷേധിച്ചാണ് ധർണ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിലമ്പൂർ കരുളായിൽ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജിന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി തള്ളി. ദേവരാജിന്റെ സഹോദരൻ ശ്രീധരനാണ് കോടതിയെ സമീപിച്ചിരുന്നത്. ദേവരാജിന്റെയും അജിതയുടെയും മൃതദേഹം നിയമാനുസൃതം ബന്ധുക്കൾക്ക് കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകൻ PA പൗരൻ പറഞ്ഞു. മൃതദേഹങ്ങൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അനധികൃതമായി കടത്തുകയായിരുന്ന 13 ലക്ഷം രൂപയുടെ പിൻവലിച്ച 500,000 രൂപ നോട്ടുകൾ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടി. കേരള KSRTCയുടെ കൊല്ലൂർ കൊട്ടാരക്കര ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ സൂക്ഷിച്ചിരിക്കുന്ന പണം പിടികൂടിയത്. മഹാരാഷ്ട്ര സാംഗ്ലി സ്വദേശിയാണ് അറസ്റ്റ് ചെയ്തത്. 500,000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ച ശേഷം ഇത് രണ്ടാം തവണയാണ് മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ അനധികൃതമായി കടത്തുകയായിരുന്ന പണം ബസ് യാത്രക്കാരിൽ നിന്നും പിടികൂടുന്നത്. നേരത്തെ 20 ലക്ഷം രൂപ കാസർഗോഡ് സ്വദേശിയിൽ നിന്നും പിടികൂടിയിരുന്നു. കൊല്ലൂരിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരികയായിരുന്ന കേരള KSRTCയുടെ സൂപ്പർ എക്സ്പ്രസ് ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് 13 ലക്ഷം രൂപ അടങ്ങുന്ന ബാഗ് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. മഹാരാഷ്ട്രയിലെ സാംഗ്ലി സ്വദേശി 40-കാരനായ ധനാജി എന്നയാളെ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇയാളെ പോലീസിന് കൈമാറി. കണ്ണൂരിലെത്തിക്കാനുള്ള നിർദ്ദേശപ്രകാരം കൊണ്ടുവന്ന പണമാണിതെന്ന് യുവാവ് എക്സൈസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹരിദാസ് പാലക്കലിന്റെ നേതൃത്വത്തിലാണ് ബസ്സിൽ നിന്നും പണം പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അറിവിന്റെ അക്ഷരക്കൂട്ടമൊരുക്കി കൊച്ചിയിലെ പുസ്തകോത്സവം. 13 ഭാഷകളിൽ നിന്നുള്ള സാഹിത്യകാരന്മാർ പങ്കെടുക്കുന്ന ലിറ്റ് ഫെസ്റ്റ് അടക്കം വിവിധ പരിപാടികളാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലുള്ളത്. അതിരുകളില്ലാത്ത അറിവിന്റെ ലോകത്തേക്ക് ഏവരെയും മാടി വിളിക്കുകയാണ് 20ാമത് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവം. പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മാത്രമല്ല, 11-ാം തീയതി വരെ നീളുന്ന പുസ്തകോത്സവത്തിൽ സെമിനാറുകൾ, പുസ്തക പ്രകാശനങ്ങൾ, വർണ്ണോത്സവം, കലാപരിപാടികൾ എന്നിവയുമുണ്ട്. വിവിധ ഭാഷകളിലെ അഗ്രഗണ്യർ പങ്കെടുക്കുന്ന ലിറ്റ് ഫെസ്റ്റ് വ്യാഴാഴ്ച നടക്കുമെന്ന് പുസ്തകോത്സവ സമിതി പ്രസിഡന്റ് EN നന്ദകുമാർ പറഞ്ഞു. 300-ലധികം പുസ്തക പ്രസാധകരുടെ പുസ്തകങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ വർഷം നടക്കുന്ന കൊച്ചി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ മാത്രമായിട്ട് 100-ലധികം എഴുത്തുകാർ പങ്കെടുക്കുന്നുണ്ട്. ഈ എഴുത്തുകാരിൽ അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ചിട്ടുള്ള അമീഷ് ത്രിപാഠി, സത്യവ്രത ശാസ്ത്രി തുടങ്ങിയിട്ടുള്ള നിരവധി എഴുത്തുകാരെ കേരളത്തിന് വെളിയിൽ നിന്ന് തന്നെ ഇവിടെ വരുന്നുണ്ട്. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന പുസ്തകോത്സവത്തിലേക്ക് രാവിലെ 10 മുതൽ വൈകിട്ട് 8 മണി വരെയാണ് പ്രവേശനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.